അബ്ദുള്ള, പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സാഹചര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സാഹചര്യങ്ങളെ ഞാൻ നോക്കിക്കണ്ടതെല്ലാം മാറ്റി പറയേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ചതായ ബഹുമാന്യനായ വ്യക്തിയുടെ വിവരണത്തിന് ശേഷം. കാരണം പ്രശ്നത്തിൻ്റെ മർമ്മം എന്താണെന്നുള്ളത് പറയാതെ ഏതോ രീതിയിൽ ഒരു രാജ്യം ഒരു കൂട്ടർ പിടിച്ചടക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ നേരത്തെയുള്ള എന്ന് പറഞ്ഞാൽ ആദ്യകാലം മുതൽക്ക് മനുഷ്യാധിവാസം സംഭവിച്ചൊരു പ്രദേശമാണ് ഈ ഏരിയ, മധ്യപ്രദേശ്. അവിടെ ഉള്ളതായ മുഴുവൻ ആൾക്കാരെയും അവിടെ നാട്ടിയോടിച്ച് അവർ മണലാരണ്യങ്ങളിൽ അലഞ്ഞ് നടക്കുകയാണ് ഇപ്പോഴും വന്നാൽ ഇപ്പോഴും അത് പലരും എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഗൾഫിലാടുന്ന കാലത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചതിന് ശേഷം ഈ ഫ്രാൻസ് അവിടെ അടക്കി ഭരിച്ചിരുന്ന കാലത്ത് അവരൊരു വളരെ ആസൂത്രിതമായ ഒരു ഭരണഘടന ഉണ്ടാക്കി. അതാണ് നേരത്തെ ഇദ്ദേഹം ഉദ്ധരിച്ചത്. അതായത് സ്പീക്കർ ഒരു ഷിയാക്കാരനായിരിക്കണം, പ്രധാനമന്ത്രി സുന്നി ആയിരിക്കണം, സമസ്താധികാരങ്ങളുമുള്ള ആൾ മാറൂണി ക്രിസ്ത്യനായിരിക്കണം. ക്രിസ്ത്യനായ പോരാ, അയാൾ മാറൂണി ക്രിസ്ത്യനായിരിക്കണം. ഇങ്ങനെല്ലാമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് തങ്ങൾ പിടിച്ചടക്കിയതായ പ്രദേശത്തെ എന്നും സാമ്രാജ്യത്വത്തിൻ്റെ പരിധിയിൽ നിർത്താനുള്ളതായ ഒരു ഏർപ്പാട്, അത് സമാധാനപരമായി നിലനിൽക്കണം. ആ നാട്ടിന് മോചനം വേണ്ടതില്ല. പലസ്തീൻ അടക്കമുള്ളതായ രാജ്യം, അവിടുത്തെ ജനത അവർ സ്വാതന്ത്ര്യം അറിയിക്കുന്നില്ല. ഈ പിടിച്ചടക്കിയതായ അവരുടെ ആ ക്രമവ്യവസ്ഥ ഒന്നുണ്ടല്ലോ, അക്രമത്തിന് ശേഷം നിലനിൽക്കുന്നതായ ക്രമവ്യവസ്ഥ, അതിനെ നിലനിർത്തണമെങ്കിൽ ഹിസ്ബുള്ള അടങ്ങി നിൽക്കണം, മറ്റൊരു ബഹളം കൂട്ടാതിരിക്കണം, ആക്രമണം നിർത്തണം എന്നൊക്കെ പറയാൻ തന്നെ. എന്തായാലും ഇന്ത്യ മഹാരാജ്യത്തെ ചൈന അധീനപ്പെടുത്തുന്നു. എന്നിട്ട് ചൈന അധീനപ്പെടുത്തിയതിന് ശേഷം അവിടെ അവരുടേതായ ഒരു സംവിധാനം ഉണ്ടാക്കും. എന്നിട്ട് ഓരോ ഭാഗം ഓരി വെച്ച് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ അങ്ങനെ നിൽക്കണം, അങ്ങനെ നിൽക്കണം, ഞങ്ങൾ പറയുന്നത് കേട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കും. അതുപോലെ തന്നെയല്ലേ ഇതും. ഇതൊരു സ്വതന്ത്ര രാജ്യമായിരുന്നില്ലേ? ഫലസ്തീൻ എന്ന് പറയുന്നൊരു ജനതയല്ലേ? ആ ജനതയ്ക്കൊരു വികാരമില്ലേ? ആ ജനതയ്ക്കൊരു ദേശീയ ബോധമില്ലേ? ആ ജനതയ്ക്കൊരു അഭിമാനമില്ലേ? അവരെ പിച്ചിൽ ചിന്തി മരുഭൂമിയിൽ അലയാൻ വിട്ടതിന് ശേഷം ഇവരെ സാമ്രാജ്യത്വം എല്ലാവരും കൂടി ഒരു മേശക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തെ അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതെ ഹിസ്ബുള്ള അങ്ങനെ അനങ്ങാതെ ഇരുന്നാൽ, അല്ലെങ്കിൽ മറ്റൊരു ഒന്നും ഉണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ വളരെ സമാധാനപരമായി നമുക്ക് ഇനി മുമ്പോട്ട് കൊണ്ടുപോകും. എവിടെ നിന്ന് കണ്ട ചരിത്രത്തിൽ വായന തുടങ്ങുന്നത്? അതുകൊണ്ട് ആ പറഞ്ഞ ശുദ്ധ അസംബന്ധം അദ്ദേഹത്തിന് പിൻവലിക്കണം. ഞാൻ അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ.